ഹായ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വയനാട് ജില്ലയിൽ ധാരാളമായി കണ്ടുവരുന്ന ഒരു കൃഷിയാണ് അവക്കാഡോ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ അവക്കാഡോ കൃഷികൾ ചെയ്യുന്ന കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതുപോലെ ഇടുക്കിയിൽ കുറച്ച് പ്രദേശം ഉണ്ടെന്ന് പറയുന്നു, അതുപോലെ തന്നെ വയനാടുണ്ട്. ഇന്ന് നല്ല തണുത്ത കാലാവസ്ഥയാണ് വേണ്ടത്. അപ്പോൾ ആ തണുത്ത കാലാവസ്ഥ ഉള്ള സ്ഥലത്തെ ഇത് ഉണ്ടാകത്തുള്ളൂ നന്നായിട്ട്. അത് ഇടുക്കിയിലും ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു. വയനാട് എന്തായാലും ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേന് വയനാട് ഒരു പ്രധാന കൃഷി തന്നെയാണ് ഈ അവക്കാഡോ എന്ന് പറയുന്നത്. ഇവിടെ കാപ്പിയും കുരുമുളകും ഒക്കെ പോലെ തന്നെ ഒരു പ്രധാന കൃഷി തന്നെയാണ് ഈ അവക്കാഡോ. ഞാൻ ഈ അവക്കാഡോയെക്കുറിച്ച് കൂടുതലായിട്ട് കേൾക്കുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിച്ചിട്ടില്ല. സാധനം ഫ്രൂട്ട്സ് എന്താണെന്ന് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. വളരെ നല്ലൊരു ഫ്രൂട്ട്സാണ്, നല്ല വിലയാണ് ആ അവക്കാഡോയ്ക്ക്. അപ്പം അത് നല്ല എല്ലാ വൈറ്റമിൻസും അടങ്ങിയ ഒരു ഫ്രൂട്ട്സാണെന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് പിന്നീട് മനസ്സിലാക്കിയപ്പോഴത്തേന് അറിയാൻ സാധിച്ചത്. എന്തായാലും വയനാട്ടിൽ വ്യാപകമായിട്ട് ഈ കൃഷിയുണ്ട്. അപ്പം ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് ഇത് അവക്കാഡോ മരമാണ്. ഇതിൻ്റെ ഒരു തൈയാണിത്. ഒരു 4 വർഷമൊക്കെ കഴിയുമ്പോഴത്തേന് ഇത് കായ്ക്കാൻ തുടങ്ങും. പല ടൈപ്പിലുള്ള അവക്കാഡോ ഉണ്ട്. ഉരുണ്ടിരിക്കുന്നതുണ്ട്, ഒരു കപ്ലങ്ങയുടെ ഷേപ്പിലുള്ളതുണ്ട്. അപ്പോൾ ഈ കപ്ലങ്ങയുടെ ഉരുണ്ടതും അല്ലാത്തതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നൊരു ഷേപ്പുണ്ട്. നല്ല നീളത്തിലുള്ള പടവലങ്ങ പോലിരിക്കുന്ന അവക്കാഡോ ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് അവക്കാഡോ ഉണ്ട്. അപ്പോൾ അത് വളരെ അതിൻ്റെ ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും. അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊന്ന്, എനിക്ക് ഇത് കണ്ടു മനസ്സിലാക്കിയപ്പോൾ ഞാനൊന്ന് പറയുന്നുള്ളതേ ഉള്ളൂ. അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇത് നല്ല ഫ്ലഷാണ്. അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ബട്ടറിൻ്റെ ടേസ്റ്റാണ്. ബട്ടർ ഫ്രൂട്ട്സ് എന്നാണ് ഇതിന് പറയുന്നത്. ആദ്യകാലങ്ങളിലൊന്നും ഈ അവക്കാഡോ ഉപയോഗിച്ചിരുന്നില്ല ഇവിടെ. ഇത് അവക്കാഡോ മരം ഉണ്ടായിരുന്നു. അത് പഴുത്ത് താഴെ വീണ് കഴിയുമ്പോഴത്തേന് അത് ആളുകളെടുത്ത് വിൽക്കത്തൊന്നുമില്ലായിരുന്നു. ആർക്കും ഇത് വേണ്ടായിരുന്നു. അന്ന് ഇതിനെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് പട്ടിപ്പഴം എന്നായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പട്ടി അത് അങ്ങനെ അറിയാൻ കാര്യം, ഇത് നിലത്ത് പഴുത്ത് വീണപ്പോഴത്തേന് പട്ടി എടുത്തത് കഴിച്ചു. ഇതിനൊരു ചെറിയൊരു ബട്ടറിൻ്റെ ഒരു വെണ്ണയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പട്ടി എടുത്തത് കഴിച്ചു. അപ്പോൾ പട്ടിയെല്ലാം നല്ല വണ്ണം വെച്ച് നല്ല വീർത്ത് നല്ല നന്നായിട്ട് ഇറച്ചിയൊക്കെ കഴിച്ചിട്ടിരിക്കുന്ന ഒരു പട്ടിയെ പോലെ നല്ല രീതിയിൽ അങ്ങ് വണ്ണം വെച്ചു. അപ്പോൾ അതുകൊണ്ട് പട്ടി ഇത് കഴിക്കുന്നതുകൊണ്ട് ഇതിനെ പട്ടിപ്പഴം എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. എന്തായാലും ഇതൊരു നല്ലൊരു ഫ്രൂട്ട്സാണ്. വ്യാപകമായിട്ട് ഇവിടെ കൃഷികളുണ്ട് വയനാട്ടിൽ. അപ്പം ഞാനിവിടെ വന്നപ്പോൾ എനിക്കത് കൂടുതൽ അറിയാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അറിയാൻ മേലാത്തവർക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഞാൻ അതിൻ്റെ എന്തൊക്കെയാണ് മരങ്ങളും അതിൻ്റെ കായും അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് അവക്കാഡോ മരം. ഈ മരത്തിന് ഏകദേശം ഒരു 20 വർഷം പ്രായമുണ്ട്. ഇത് അവക്കാഡോ മരത്തിൻ്റെ മുകൾ ഭാഗമാണ്. ജാതി മരത്തിൻ്റെ മരം പോലെയാണ് ഇതിൻ്റെ തടിയിരിക്കുന്നത്. കാരണം ആ തായ് തടിയിൽ നിന്ന് ഇടതോട്ടും വലതോട്ടും ഒക്കെ ശിഖരങ്ങൾ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കർഷകർക്ക് ഈ ശിഖരങ്ങൾ കയറിയിരുന്ന് കായ് പറിക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഇല. ഖാസ് ഇനത്തിൽപ്പെട്ട അവക്കാഡോ ആണ് പ്രധാനമായിട്ടും വയനാട് ഭാഗങ്ങളിലുള്ളതെന്ന് അറിയപ്പെടുന്നു. ഇത് അവക്കാഡോ മരത്തിൽ കായ്ച്ചു കിടക്കുന്ന അവക്കാഡോ ആണ്. ചില മരങ്ങളിൽ നന്നായിട്ട് അവക്കാഡോ കായ്ച്ചിട്ടുണ്ടാകും. ചില മരങ്ങളിൽ അവക്കാഡോയുടെ കായ്ച്ചിരിക്കുന്ന എണ്ണം വളരെ കുറവായിരിക്കും. അങ്ങനെ പല രീതിയിലാണ് അവക്കാഡോ മരത്തിൽ ഉണ്ടാകുന്നത്. ഇത് നല്ല ഗ്ലേസിംഗ് ഉള്ള അവക്കാഡോ ആണ്. ഈ ഗ്ലേസിംഗ് ഉള്ള അവക്കാഡോയ്ക്കാണ് കൂടുതൽ ഡിമാൻഡ്. പുള്ളിക്കുത്തുകൾ ഇല്ലാതെ ഗ്ലേസിംഗ് ആയിട്ട് കിടക്കുന്നു. അവക്കാഡോ പഴുത്ത് കഴിയുമ്പോൾ ഒരു ബ്രൗൺ കളർ വരും. ഇതിലൊരു അവക്കാഡോ പഴുത്തുണ്ട്. ആ ഒരു ബ്രൗൺ കളറിൽ അതാണത് കാണുന്നത്. അപ്പോൾ അവക്കാഡോ ഇങ്ങനെ പല ഷേപ്പിലുള്ളതുണ്ട്. പുള്ളിക്കുത്തുകളുള്ള അവക്കാഡോ ഉണ്ട്. പുള്ളിക്കുത്തുകളുള്ളതുകൊണ്ട് കുഴപ്പമൊന്നും വരുന്നില്ല, കാരണം അതിനകത്ത് വേറെ കുഴപ്പമില്ല. പക്ഷേ കാഴ്ചയിലൊരു ഭംഗിക്കുറവുള്ളതുകൊണ്ട് തന്നെ അതിന് ഇച്ചിരി ഡിമാൻഡ് കുറവാണ്. അവക്കാഡോ പറിക്കുന്നത് ഒരു പ്രത്യേകതരം തോട്ടി ഉപയോഗിച്ചിട്ടാണ്. ഈ തോട്ടിയുടെ അറ്റത്ത് വല കെട്ടിയിട്ടുണ്ടാകും. അവക്കാഡോ പറിക്കുമ്പോൾ ഈ വലയുടെ അകത്താണ് അവക്കാഡോ പറിച്ച് വീഴുന്നത്. നിലത്ത് വീണ് കഴിഞ്ഞാൽ അവക്കാഡോ ചതഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവക്കാഡോ ഫ്രൂട്ട്സ് കേടായിപ്പോവും. അപ്പോൾ അത് നമുക്ക് ഫ്ലഷ് ചതഞ്ഞ് കഴിഞ്ഞാൽ അളിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിലത്ത് വീഴാതെയാണ് അവർ പറിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ പല വലിപ്പത്തിലുള്ള അവക്കാഡോ ആണ് കാണുന്നത്. അപ്പോൾ അതിനെ എല്ലാം നോക്കിയിട്ട് മൊത്തത്തിലൊരു വില പറഞ്ഞിട്ട് അതെടുത്തതിന് ശേഷം അതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് പല ക്വാളിറ്റി ആയിട്ട് തരംതിരിക്കും. ഏറ്റവും വലിപ്പം കൂടിയത് 1 കിലോ വരെയുള്ള അവക്കാഡോ ഉണ്ട്. 1.5 കിലോ വരെയുള്ള അവക്കാഡോ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ വലിപ്പം കൂടി 2 എണ്ണം വരെ 1 കിലോ വരുന്നതാണ് എങ്കിൽ അത് ഫസ്റ്റ് ക്വാളിറ്റിയും, 3 എണ്ണവും 4 എണ്ണവും ഒക്കെ വരുന്നതാണ് സെക്കൻഡ് ക്വാളിറ്റിയും. അങ്ങനെ തേർഡും ഫോർത്തും ഫോർത്ത് ക്വാളിറ്റിയിലൊക്കെ 7ഉം 8ഉം ഒക്കെ 1 കിലോ എടുക്കുമ്പോഴത്തേന് വരും. അത് ഫോർത്ത് ക്വാളിറ്റി. ഇങ്ങനെ പല ക്വാളിറ്റിയിലുള്ളതിനെ ചാക്കിനകത്താക്കി പുളിക്കുത്തുകളൊക്കെ ഇല്ലാത്തത് മാറ്റി ചാക്കിനകത്താക്കിയിട്ടാണ്
കേരളത്തിന് വെളിയിലേക്കൊക്കെ ഇത് കയറ്റിക്കൊണ്ട് പോകുന്നത്. അവക്കാഡോ പല ഷേപ്പിലോ ഉണ്ട്. നല്ല ഫ്ലഷായിട്ട് നീണ്ടിരിക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ ഫ്ലഷ്. അവക്കാഡോ മൊത്തം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എത്തിച്ചു കൊടുക്കും. കൊറിയറായിട്ടും അയച്ചു കൊടുക്കാം. ഈ നമ്പറിൽ വിളിച്ചാൽ മതി, അയച്ചു തരും. ഇത് ഏറെക്കുറെ 1 കിലോയോളം വരുന്ന 1 കിലോയ്ക്ക് മുകളിൽ വരുന്നൊരു അവക്കാഡോയാണ്. അതുകൊണ്ട് അവക്കാഡോ പല ഷേപ്പിലുള്ളതാണ്. പല ഷേപ്പിലുള്ള അവക്കാഡോ ഉണ്ട്. നോക്കുക, ചെറുതുണ്ട്, വലുപ്പമുണ്ട്, നീണ്ടതുണ്ട്, കപ്ലങ്ങ പോലെ ഇരിക്കുന്നതുണ്ട്. അങ്ങനെ പല ഷേപ്പിലുള്ള അവക്കാഡോ നമുക്ക് കാണാൻ പറ്റും. ഇത് ഏറെക്കുറെ 1 കിലോ വരുന്നതാണ്. ഇത് ഇത്തിരി ക്വാളിറ്റി കുറഞ്ഞൊരു അവക്കാഡോ ആയിട്ട് നമുക്ക് കണക്കാക്കുന്നുണ്ട് അവരതിൻ്റെ. ഇതെല്ലാം ഇങ്ങനെ ഈ ചാക്കിനകത്താക്കി കയറ്റി അയച്ചു പോവുകയാണ്. അവക്കാഡോ പഴുത്ത് കഴിയുമ്പോൾ അവക്കാഡോയുടെ കളറ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അവക്കാഡോയ്ക്ക് മധുരമോ പുളിയോ ഇല്ല. അവക്കാഡോയുടെ അകത്ത് ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ കെ, എ, ഇ, എ, സി, എ, B5, B6, അതിൻ്റെ പൊട്ടാസ്യം ധാരാളമായിട്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ധാരാളം വൈറ്റമിൻസും മിനറൽസും ഉള്ള ഒരു ഫ്രൂട്ട്സാണ് ഇത്. അവക്കാഡോ ഫ്രൂട്ട്സ് പുരുഷന്മാർക്ക് വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർക്കും അവക്കാഡോ ഫലപ്രദമാണെന്ന് പറയപ്പെടുന്നു. അവക്കാഡോ ജ്യൂസ് അടിച്ചും കഴിക്കാം. ജ്യൂസ് അടിച്ച് കഴിച്ചാൽ ഫൈബർ കണ്ടൻറ്റ് നഷ്ടപ്പെടും. പൂർണ്ണ ഗുണം കിട്ടണമെങ്കിൽ നേരിട്ട് കഴിക്കുന്നതാണ് നല്ലത്. അവക്കാഡോ ശ്രീലങ്കയിൽ നിന്നാണ് ഇന്ത്യയിൽ വന്നതെന്ന് പറയപ്പെടുന്നു. അവക്കാഡോ പൂവിടുന്നത് മുതൽ 4 മാസമാകുമ്പോൾ പറിക്കാൻ പറ്റും. ഏകദേശം 8 മാസക്കാലം മാത്രമേ അവക്കാഡോയുടെ സീസൺ ഉള്ളൂ. ഇവിടെ എത്ര നാളായിട്ട് ഈ അവക്കാഡോ ബിസിനസ് ചെയ്യുന്നു? 15 വർഷമായിട്ട്. വയനാട് ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഈ അവക്കാഡോ? എല്ലായിടത്തും ഉണ്ട്. കേരളത്തിൽ വേറെ എവിടെയൊക്കെ ഉണ്ട് അവക്കാഡോ? കേരളത്തിൽ വേറെ ഇല്ല, ഈ വയനാട് ജില്ലയിൽ മാത്രമേ ഉള്ളൂ അല്ലേ? തണുപ്പ് കാലാവസ്ഥയിൽ അത് പിടിക്കുന്നത് അല്ലേ? ചൂടുള്ള കാലാവസ്ഥയിൽ മരം ഉണ്ടാവും, കായ് പിടിക്കും. ചേട്ടാ, ഈ അവക്കാഡോ ഇങ്ങനെ തിരഞ്ഞെടുത്ത് ഓരോ ചാക്കിനകത്താക്കുന്നുള്ളൂ, അതെന്താണ്? ഓരോ ക്വാളിറ്റി ആയിട്ട് തിരഞ്ഞെടുക്കും. അതെങ്ങനെയാണ് ക്വാളിറ്റി നിശ്ചയിക്കുന്നത്? ക്വാളിറ്റി ഫസ്റ്റ് SPL, അങ്ങനെ ഫസ്റ്റ് ക്വാളിറ്റി, പിന്നെ സെക്കൻഡ്, അങ്ങനെ കുത്തുകായ്, അങ്ങനെ 4 ഐറ്റമായിട്ട്. 4 ക്വാളിറ്റി ആയിട്ട്? 4 ക്വാളിറ്റി. ഈ ക്വാളിറ്റി അനുസരിച്ച് അതിൻ്റെ വില മാറി? അതിൻ്റെ വില മാറും. ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി എങ്ങോട്ടാണ് കയറി പോകുന്നത്? ഫസ്റ്റ് ക്വാളിറ്റി ബാംഗ്ലൂർ തന്നെ, ഹൈദരാബാദ്. കേരളത്തിലേക്ക് എവിടെയെങ്കിലും പോകുന്നുണ്ടോ? കേരളത്തിൽ കോഴിക്കോട്, പിന്നെ എറണാകുളം, തൃശ്ശൂർ. ഒരു ദിവസം എത്ര കിലോ അവക്കാഡോ കയറ്റി വരുന്നുണ്ട്? 2000-2500 കിലോ. 2000-2500 കിലോ കയറ്റി. ഏതൊക്കെ സീസണിലാണ് ഈ അവക്കാഡോ വയനാട്ടിലുണ്ടാകുന്നത്? ഇത് ഫെബ്രുവരി മുതൽ ഒരു സെപ്റ്റംബർ വരെ. ഫെബ്രുവരി തൊട്ട് സെപ്റ്റംബർ വരെ ഉള്ള കാലഘട്ടം അല്ലേ? ചേട്ടൻ്റെ മെയിൻ ബിസിനസ് ഇത് തന്നെയാണ്? ചേട്ടൻ്റെ പേര്? ശശികുമാർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്തത് ആയുർവേദത്തിലെ അത്ഭുതകരമായ ഒരു മരുന്നിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. അത് നിങ്ങൾ കാണുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും.